ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അന്നേരം ഏട്ടൻ ലീവിന് വന്നേക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് എവിടെയെങ്കിലും ട്രിപ്പ് പോകാമെന്ന്. അങ്ങനെ ഞാനും ഏട്ടനും കൂടെ ട്രിപ്പ് പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ കന്യാകുമാരിക്ക് വിടാമെന്ന് വെച്ചു. അങ്ങനെ കന്യാകുമാരിക്ക് പോകുന്ന വഴി പൂവാറ് ഹൗസ് ബോട്ടിങ്ങിന് പോയതിന് ശേഷം നമുക്ക് അവിടുന്ന് കന്യാകുമാരിക്ക് വിടാമെന്നായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ ഹൗസ് ബോട്ടിങ്ങിന് വന്നു. ഹൗസ് ബോട്ടിങ്ങിന് വന്നിട്ട് അവിടെ പൂവാറ് തന്നെയുള്ള ഒരു കടലിൻ്റെ അവർ പാക്കേജ് തന്നപ്പം അതിലൊരു കടലുണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ അവിടെ തിരമാലകളുടെ ഇത് കൂടുതലായതുകൊണ്ട് കടലിലൊന്നും ഇറങ്ങാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കുറേ നേരം ബോട്ട് അവിടെ കൊണ്ടിട്ടിട്ട് കുറേ നേരം അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചേട്ടൻ കാണിച്ചു തന്നു. അങ്ങനെ നല്ല ഇതായിരുന്നു. തിരമാലയുടെ ശോഭം കൊണ്ട് കടൽ ആരെയും ഇറക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഹൗസ് ബോട്ടിങ്ങിന് ഇരുന്ന് അപ്പം മാങ്ങയും പിന്നെ കരിക്കൊക്കെ മാങ്ങയും കരിക്കൊക്കെ വാങ്ങിച്ച് കഴിച്ചു. അങ്ങനെ കുറേ നേരം ബോട്ടിലിരുന്ന് തന്നെ തിരമാലകൾ നല്ല അടിച്ചു കയറുന്നതൊക്കെ കണ്ടു. അതുപോലെ തന്നെ മറ്റ് ബോട്ടുകളും കണ്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നല്ല വെയിലും നല്ല ചൂടുമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കേട്ടോ. പക്ഷേ എന്നാലും കടലൊക്കെ ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ നല്ല ആളും ഉണ്ടായിരുന്നു. വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ടായിരിക്കാം നല്ല ആളുണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു. എല്ലാ ബോട്ടിങ്ങിലും നല്ല ആളായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ കന്യാകുമാരിക്ക് വിട്ടു. അങ്ങനെ കന്യാകുമാരി പൊയ്ക്കൊണ്ടിരിക്കുവാണ്. പോകുന്ന വഴി നമ്മൾ ഒരിടത്ത് ഇറങ്ങി. ഇത് നമ്മുടെ അയണിച്ചക്ക പഴുത്തത് കണ്ട് എനിക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സൈഡിൽ നിർത്തി അയണിച്ചക്കയൊക്കെ വാങ്ങിച്ചു തന്നായിരുന്നു ഏട്ടൻ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നല്ല ഒരു ട്രിപ്പ്, നല്ല സുഖമായിട്ട് അങ്ങ് പോവുക, നല്ല സുഖിച്ച് തന്നെ അങ്ങ് പോവുകയാണ്. എല്ലാം കണ്ട് കേട്ട് നല്ല രസമാണ്. നമ്മൾ തമിഴ്നാടൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. വനവും കാര്യങ്ങളും എല്ലാം നല്ല ഇതാണ്. അങ്ങനെ ഞങ്ങളിത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ ഞാൻ അതുപോലെ തന്നെ നമ്മുടെ പൂവാറിലുള്ള ആ കടലും പിന്നെ അതുപോലെ നമ്മൾ അവിടെ നിന്നെടുത്ത ഫോട്ടോസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ ഞങ്ങൾ ഹൗസ് ബോട്ടിങ്ങിന് ഇരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ പിന്നെ കന്യാകുമാരിക്ക് നേരെ പോവുകയാണ്. അങ്ങനെ ഞാൻ ഏട്ടനോട് പറഞ്ഞു ഒന്ന് വീഡിയോയിൽ നോക്കാൻ. അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര നല്ല വെയിലാട്ടോ, നല്ല വെയിലും ചൂടുമായിരുന്നു. പക്ഷേ AC ഇട്ടേക്കുന്നത് കൊണ്ട് നമുക്ക് അറിയുന്നില്ലായിരുന്നു, കാറിലായതുകൊണ്ട് അറിയുന്നില്ലായിരുന്നു. പക്ഷെ പുറത്തോട്ട് ഇറങ്ങുന്നതിന് ഭയങ്കര ചൂടും നല്ല ഇതായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ ഗൂഗിൾ മാപ്പൊക്കെ വെച്ചാണ് പോകുന്നത് കേട്ടോ. ഓരോരോ സ്ഥലങ്ങൾ നോക്കി പോകുന്നത് വെച്ചു. അങ്ങനെ നമ്മൾ അത് നോക്കി നേരെ അങ്ങ് വിട്ടു. അങ്ങനെ അധികം ഉച്ച സമയമൊക്കെ ആയതുകൊണ്ടായിരിക്കും നല്ല അധികം കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ നേരെ അവിടെ പോയിട്ട് വിവേകാനന്ദ റോക്ക് മെമ്മോറിയലൊക്കെ ഞാൻ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അവിടെ പോയപ്പോഴും നല്ല തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങളിത് കന്യാകുമാരിക്ക് നിൽക്കുന്ന ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് ഞങ്ങൾ നമ്മുടെ ഇവിടെ കുറ്റാലം വഴി വീട്ടിൽ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെയൊക്കെ അതൊക്കെ കണ്ടു ഇറങ്ങി നേരെ കുറ്റാലം വഴി അവിടെയൊക്കെ കണ്ടതിന് ശേഷം, പക്ഷെ കുറ്റാലത്ത് വന്നപ്പോൾ അവിടെ വാട്ടർഫാളിലൊന്നും വെള്ളമില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവിടെ ഒന്നും ഇറങ്ങാൻ നിന്നില്ല. പിന്നെ വരുന്ന വഴി നമുക്ക് കുറച്ച് പഴുത്ത മാങ്ങ അങ്ങനെയൊക്കെ നമ്മൾ പഴുത്ത മാങ്ങ പിന്നെ ചാമ്പയ്ക്ക അതൊക്കെ വാങ്ങിച്ചു നമ്മൾ തിരിച്ച് നേരെ വീട്ടിലേക്ക് വന്നു. ഓക്കെ, ബൈ.